കഴിഞ്ഞ വീഡിയോയിൽ തുടങ്ങി വെച്ച ഡയറക്റ്റ് സമ്മിൻ്റെ ചർച്ച നമുക്ക് തുടരാം. ഈ വീഡിയോയിൽ ഞാൻ ഒരു ഒന്നോ രണ്ടോ എക്സാമ്പിളും ഒരു ചെറിയ റിസൾട്ടും ഒക്കെ പറഞ്ഞിട്ട് ഈ വീഡിയോ വളരെ പെട്ടെന്ന് തീർക്കുമെന്ന് ഞാൻ കരുതുന്നത്. അപ്പോൾ ഞാൻ അടുത്ത എക്സാമ്പിൾ എത്തട്ടെ. ഈ എക്സാമ്പിളിലെ വെക്ടർ സ്പേസ് സെറ്റ് ഓഫ് ഓൾ n/n റിയൽ മെട്രിസസ് ഓവർ ദ ഫീൽഡ് ആർ അല്ലേ, റിയൽ എൻട്രീസുള്ള n/n മെട്രിസസിൻ്റെ കളക്ഷൻ വിത്ത് ദ ഫീൽഡ് ആർ, അതാണ് നമ്മുടെ വെക്ടർ സ്പേസ്. എന്നിട്ട് അതിൻ്റെ രണ്ട് സബ്സ്പേസുകൾ എടുത്തിട്ടുണ്ട് ഇവിടെ. ഒരു സബ്സ്പേസ് W1 സെറ്റ് ഓഫ് ഓൾ സിമെട്രിക് മെട്രിസസ് ഇൻ ബി. സിമെട്രിക് മെട്രിക്സ് എന്നൊക്കെ പറഞ്ഞാൽ അറിയാലോ, എ ട്രാൻസ്പോസ് ഈസ് ഈക്വൽ ടു എ ആയ മെട്രിക്സിന് നമ്മളെന്ന് പറയുക സിമെട്രിക് മെട്രിക്സ് എന്ന് പറയുക. അത്തരം മെട്രിക്സിൻ്റെ കളക്ഷനാണ് W1. അതൊരു സബ്സ്പേസ് ആണെന്നൊക്കെ നിങ്ങൾ ഓൾറെഡി വെരിഫൈ ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഈസി ആയിട്ട് വെരിഫൈ ചെയ്യാവുന്നതാണ്. പിന്നെ രണ്ടാമത്തെ സബ്സ്പേസ് ആയിട്ട് എടുത്തത് W2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് പറഞ്ഞാൽ എന്താണ്? എ ട്രാൻസ്പോസ് ഈസ് ഈക്വൽ ടു -A ആവും. ഇത്തരം മെട്രിക്സിൻ്റെ കളക്ഷനാണ് W2. അതും ഈ W2 ഒരു സബ്സ്പേസ് ആണെന്നൊക്കെ നമുക്ക് ഈസി ആയിട്ട് വെരിഫൈ ചെയ്യാം. ഇനി ഈ രണ്ട് സബ്സ്പേസുകളുടെയും ഡയറക്റ്റ് സം ആണ് നമ്മുടെ V എന്ന് കാണിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് ആലോചിച്ച് നോക്കൂ. പോസ് ചെയ്തിട്ട് ശ്രമിക്കുക. ഈ W1ൻ്റെയും W2ൻ്റെയും ഡയറക്റ്റ് സം ആണ് V എന്ന് കാണിക്കണം. ഞാൻ ഇവിടെ കണ്ടിന്യൂ ചെയ്യട്ടെ, നിങ്ങൾ പോസ് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കുക. ഇത് കാണിക്കാൻ എന്തൊക്കെയാണ് വേണ്ടത്? ആദ്യം W1 + W2 = V എന്ന് കാണിക്കണം അല്ലേ. പിന്നെന്ത് കാണിക്കണം? W1 ഉം W2 ഇൻഡിപെൻഡൻ്റ് ആണെന്ന് കാണിക്കണം. അത് രണ്ടും ആകുമ്പോഴാണ് W1ൻ്റെയും W2ൻ്റെയും ഡയറക്റ്റ് സം ആവുക. അത് പറ്റുന്നുണ്ടോ നോക്കൂ. സോ ഞാൻ ആദ്യം ഇത് കാണിക്കട്ടെ. W1 + W2 = V എന്നുള്ളത്. അതിനെന്ത് ചെയ്താൽ മതി? ഇവിടുത്തെ ഏതൊരു മെട്രിക്സ് എടുത്തു കഴിഞ്ഞാലും, V എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ n/n മെട്രിക്സസ് ആണ് അല്ലേ. അപ്പോൾ ഇവിടുത്തെ ഏതൊരു മെട്രിക്സ് എടുത്തു കഴിഞ്ഞാലും അതിനെ ഇവിടുത്തെ ഒരു മെട്രിക്സ് പ്ലസ് ഇവിടുത്തെ ഒരു മെട്രിക്സ് എഴുതാൻ പറ്റുന്ന കാണിച്ചാൽ മതി. അത് ഈ പലർക്കും ഈസിയായി പറ്റേണ്ടതാണ് കേട്ടോ. കാരണം W1 ആരാണ്ടാവുക സിമെട്രിക് മെട്രിക്സസ് ആണ്, W2 സ്ക്യൂ സിമെട്രിക് മെട്രിക്സസ് ആണ്. ഇപ്പോൾ +1 +2 നമ്മൾ പഠിക്കുന്ന ഒരു റിസൾട്ട് ഉണ്ട്. ഏതൊരു മെട്രിക്സിനെയും ഒരു സിമെട്രിക് മെട്രിക്സിൻ്റെയും ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സിൻ്റെയും സമ്മാക്കിയിട്ട് എഴുതാൻ പറ്റുന്നുള്ളൊരു റിസൾട്ട് നമ്മൾ പഠിക്കുന്നില്ലേ, അത് ഉപയോഗിച്ചാൽ മതി. ഞാൻ ഇവിടെ കണ്ടിന്യൂ ചെയ്യട്ടെ. സോ ഞാൻ ഇവിടുത്തെ ഒരു മെട്രിക്സ് എടുക്കട്ടെ. ലെറ്റ് A belongs to V. ഞാൻ V എന്നൊരു മെട്രിക്സ് എടുത്തു. എന്നിട്ട് അതിനെ ഇവിടുത്തെ ഒരു മെട്രിക്സിൻ്റെയും സമ്മാക്കി എഴുതാൻ പോവാണ്. കണ്ടോളൂ. ദെൻ എനെ ഞാൻ ഇങ്ങനെ എഴുതും. A = A + A ട്രാൻസ്പോസ് /2 + A - A ട്രാൻസ്പോസ് /2. ഞാൻ എൻ്റെ സ്കൂളിലത്തെ ഓർമ്മയാണത് ഞാൻ ഇവിടെ ഉപയോഗിച്ച് അല്ലേ. ഇത് വെരിഫൈ ചെയ്തോളൂ. ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ നമുക്ക് A കിട്ടും. ഇനി ഈ മെട്രിക്സ് ഒരു സിമെട്രിക് മെട്രിക്സ് ആയിരിക്കും. കാരണം ഇതിൻ്റെ ട്രാൻസ്പോസ് എടുത്താൽ നമുക്ക് ഇത് തന്നെ കിട്ടുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഇതൊരു സിമെട്രിക് മെട്രിക്സ് ആണ്. അതുകൊണ്ട് തന്നെ ഇത് എവിടെ ഉണ്ട്? W1 ഇനി ഇതിൻ്റെ ട്രാൻസ്പോസ് എടുത്താൽ നമുക്ക് ഇതിൻ്റെ നെഗറ്റീവാണ് കിട്ടുക. അപ്പോൾ ഇതൊരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആണെന്ന് കാണാൻ പറ്റും. അപ്പം ഇതെവിടെ ഉണ്ട്? W2 അപ്പം ഞാൻ ഇവിടുന്ന് ഒരു വെക്ടർ മെട്രിക്സ് A എടുത്തു. ആ എനെ ഇവിടുത്തെ ഒരു മെട്രിക്സ് പ്ലസ് ഇവിടുത്തെ ഒരു മെട്രിക്സ് നേടി. അപ്പം W1 + W2 എടുത്തു കഴിഞ്ഞാൽ എൻ്റയർ V കിട്ടും അല്ലേ. ഇവിടുത്തെ ഏതൊരു മെട്രിക്സിനെയും ഇവിടുത്തെ ഒരു മെട്രിക്സിനെയും സമാക്കി എഴുതാൻ പറ്റുന്നതും കൊണ്ട് തന്നെ W1 + W2 = V എന്ന് പറയാം. ഇനി അത് മാത്രം മതിയോ? V ഇത് രണ്ടിൻ്റെയും ഡയറക്റ്റ് സം ആണെന്ന് കാണിക്കാൻ പോരാ. ഇനി ഇത് രണ്ടും ഇൻഡിപെൻഡൻ്റ് ആണെന്ന് കൂടി കാണിക്കണം. ഇവിടെ സബ്സ്പേസുകൾ രണ്ടെണ്ണമല്ലേ ഉള്ളൂ. അത് ഇൻഡിപെൻഡൻ്റ് ആണെന്ന് കാണിക്കാൻ എന്ത് ചെയ്താൽ മതി? W1 * W2 = 0 സ്പേസ് ആണെന്ന് കാണിച്ചാൽ പോരെ അല്ലേ. രണ്ട് സബ്സ്പേസുകൾ മാത്രമാകുമ്പോൾ ഇൻഡിപെൻഡൻ്റ് കാണിക്കാൻ ഇൻ്റർസെക്ഷൻ = 0 സ്പേസ് കാണിച്ചാൽ മതി. അത് ഈസിയാണ്. W1 * W2 പറഞ്ഞാൽ ഇത് രണ്ടിലും കൂടി വരുന്നവരെന്തേക്കും അല്ലേ. ഈ ഇൻ്റർസെക്ഷനിലൊരു മെട്രിക്സ് വരണമെങ്കിൽ അത് സിമെട്രിക്കും ആയിരിക്കണം, സ്ക്യൂ സിമെട്രിക്കും ആയിരിക്കണം. സിമെട്രിക്കും സ്ക്യൂ സിമെട്രിക്കും രണ്ടും കൂടെ മെട്രിക്സ് ഏതേ ഉള്ളൂ? 0 മെട്രിക്സ് മാത്രമേ ഉള്ളൂ. സോ ഇത് കറക്റ്റാണ്. അപ്പം നമ്മുടെ W1 ഉം W2 ഇൻഡിപെൻഡൻ്റ് ആണ്. മാത്രമല്ല അതിൻ്റെ സം എടുക്കുമ്പോൾ എൻ്റയർ V കിട്ടുന്നുണ്ട്. സോ V ഈസ് ദ ഡയറക്റ്റ് സം ഓഫ് W1 ആൻഡ് W2. ക്ലിയർ ആണല്ലോ? യെസ്. ഇനി അടുത്ത കാര്യം, ഈ എക്സാമ്പിൾ നിങ്ങൾ ആദ്യം പോസ് ചെയ്തിട്ട് വായിച്ചു നോക്കട്ടോ. ഇത് മനസ്സിലാക്കാൻ നമ്മൾ ഡയറക്റ്റ് സമ്മിന് കൊടുത്ത ഫസ്റ്റ് എക്സാമ്പിളിലെ, അതായത് R3നെ X ആക്സിസിൻ്റെയും Y ആക്സിസിൻ്റെയും Z ആക്സിസിൻ്റെയും ഡയറക്റ്റ് സം ആക്കിയിട്ട് എഴുതാന്നുള്ളത്, ആ എക്സാമ്പിളുമായിട്ട് ഇതിനൊന്ന് കമ്പയർ ചെയ്യാം. അപ്പോൾ അത് മനസ്സിലാക്കോളൂ. അതിന് വേണ്ടിയിട്ട് ഇത് ആദ്യം നിങ്ങൾ പോസ് ചെയ്തിട്ട് വായിച്ച് നോക്കണേ. R3ൻ്റെ ഈ ബേസിസ് എടുക്കുക. എന്നിട്ട് ഈ ബേസിസിൽ ഓരോ വെക്ടേഴ്സിൻ്റെയും സ്പാൻ എടുക്കുക. ഈ ഫസ്റ്റ് വെക്ടറിൻ്റെ സ്പാൻ എടുത്താൽ നമുക്ക് എന്താ കിട്ടുക? X ആക്സിസ് കിട്ടും. ഇതിൻ്റെ സ്പാൻ എടുത്താൽ Y ആക്സിസ് കിട്ടും. ഇതിൻ്റെ സ്പാൻ എടുത്താൽ Z ആക്സിസ് കിട്ടും അല്ലേ. അപ്പോൾ അങ്ങനെ നമുക്ക് 3 1 ഡയമെൻഷണൽ സബ്സ്പേസുകൾ കിട്ടി. എന്നിട്ട് നമ്മൾ ആ ഫസ്റ്റ് എക്സാമ്പിളിൽ എന്താ പറഞ്ഞത്? R3നെ ഈ 3 സബ്സ്പേസുകളുടെയും ഡയറക്റ്റ് സം ആക്കിയിട്ട് എഴുതാന്നുള്ളതാണ്. ഇനി ഇതേ റിസൾട്ട്
എല്ലാ ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്റ്റർ സ്പേസിലും പറയാം എന്നുള്ളതാണ് ഈ എക്സാമ്പിൾ പറഞ്ഞത്. അതായത് ലെറ്റ് വി ബി എ ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്റ്റർ സ്പേസ്, എന്നിട്ട് അതിൻ്റെ ഏതെങ്കിലും ഒരു ബേസിസ് എടുക്കുക, എന്നിട്ട് ആ ബേസിസിലെ ഓരോ വെക്ടേഴ്സിൻ്റെ സ്പാൻ എടുക്കുക. ഇവിടെ ഇതിൻ്റെ സ്പാൻ അങ്ങനെ എടുത്ത മാതിരി V1ൻ്റെ സ്പാൻ എടുക്കുക, V2ൻ്റെ സ്പാൻ എടുക്കുക, അങ്ങനെ എക്സെട്ര Vnൻ്റെ സ്പാൻ എടുക്കുക. അപ്പോൾ നമുക്ക് ഓരോ 1 ഡയമെൻഷണൽ സ്പേസുകൾ കിട്ടുമല്ലോ. ഈ V1ൻ്റെ സ്പാനിനെ നമ്മൾ ക്യാപിറ്റൽ W എന്ന് വിളിക്കും, V2ൻ്റെ സ്പാനിനെ ക്യാപിറ്റൽ W2 എന്ന് വിളിക്കും, എക്സെട്ര Vnൻ്റെ സ്പാനിനെ ക്യാപിറ്റൽ W എന്ന് വിളിക്കും. എന്നിട്ട് നമുക്ക് കാണിക്കാൻ പറ്റും ഈ WIകളുടെയൊക്കെ ഡയറക്ഷമായിട്ട് V എഴുതാൻ പറ്റുമെന്ന് കാണിക്കാൻ പറ്റും. അങ്ങനെ പോസിറ്റീവ് ട്രൈ ചെയ്ത് നോക്കുക. അതിന് നിങ്ങൾ എന്തൊക്കെ കാണിക്കണം? ആദ്യം ഈ V1 W1 പ്ലസ് W1 എക്സെട്ര WNൻ്റെ സം എടുത്ത എൻ്റെ V കിട്ടുമെന്ന് കാണിക്കണം. മാത്രമല്ല ആ സബ്സ്പേസുകളൊക്കെ ഇൻഡിപെൻഡൻ്റ് ആണെന്നൊക്കെ കാണിക്കണം. എനിവേ V ഈക്വൽ ടു ഡയറക്റ്റ് സം ഓഫ് W1 എക്സെട്ര WN. അത് നിങ്ങൾ സ്വന്തം ട്രൈ ചെയ്ത് നോക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ഇനി ഒരു റിസൾട്ട് കൂടി പറഞ്ഞിട്ട് നമുക്ക് ഈ വീഡിയോ നിർത്താം. ഈ റിസൾട്ട് പറയണത് ലെറ്റ് വി ബി എ ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്റ്റർ സ്പേസ്, എന്നിട്ട് അതിൻ്റെ ഏതൊരു സബ്സ്പേസ് W എടുത്തു കഴിഞ്ഞാലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് മറ്റൊരു സബ്സ്പേസ് W' ഉണ്ടാവും. സോ ദാറ്റ് ഈ Wൻ്റെയും W'-ൻ്റെയും ഡയറക്ഷമായിട്ട് നമ്മുടെ V എഴുതാൻ പറ്റും. റിസൾട്ട് ക്ലിയർ ആണല്ലോ. ഞാൻ ഇതിൻ്റെ പ്രൂഫും കൂടി പറഞ്ഞിട്ട് ഈ വീഡിയോ നിർത്തും. പ്രൂഫ് ഇവിടെ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ ഒന്ന് സ്വന്തം ട്രൈ ചെയ്ത് നോക്കുക. കുറച്ചൊക്കെ വായിച്ചിട്ട് ബാക്കി സ്വന്തം ട്രൈ ചെയ്യാൻ നോക്കണേ. ഇവിടെ ചെയ്തത് ഈ W നമ്മുടെ സബ്സ്പേസ് Wൻ്റെ ഒരു ബേസിസ് എടുത്തു. ഇവിടെ W1 എക്സെട്ര WM. ഈ ബേസിസ് നമ്മുടെ Vൻ്റെ ഒരു ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സബ്സെറ്റ് ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് നമ്മുടെ Vക്ക് ഒരു ബേസിസ് ഉണ്ടാക്കാമല്ലോ. ഇതിൻ്റെ അകത്ത് കുറച്ചുകൂടി വെക്ടേഴ്സ് V1 എക്സെട്ര VR ആഡ് ചെയ്തിട്ട് നമ്മുടെ Vൻ്റെ ഒരു ബേസിസ് ആക്കി മാറ്റാൻ പറ്റും. ക്ലിയർ? ഇനി ഈ ഇതിനെ എക്സ്റ്റെൻഡ് ചെയ്ത് Vൻ്റെ ബേസിസ് ആക്കാൻ വേണ്ടി നമ്മൾ ആഡ് ചെയ്ത വെക്ടേഴ്സ് ഇല്ലേ V1 എക്സെട്ര VR, ആ വെക്ടേഴ്സിൻ്റെ സ്പാൻ എടുക്കുക, അതിനെ W' ആയിട്ട് എടുക്കുക. അപ്പോൾ നമുക്ക് Vൻ്റെ മറ്റൊരു സബ്സ്പേസ് കിട്ടി. ഇനി നിങ്ങൾക്ക് കാണിക്കാൻ പറ്റും ഈ Wൻ്റെയും ഈ W'-ൻ്റെയും ഡയറക്റ്റ് സമായിട്ട് നമ്മുടെ V വരുന്നു കാണിക്കാൻ പറ്റും. ഇത് ഈസി അങ്ങനെ ചെയ്ത് നോക്കുക. എന്തൊക്കെ കാണിക്കണം? W പ്ലസ് W' ഇസ് ഈക്വൽ ടു V എന്ന് കാണിക്കണം. മാത്രമല്ല Wയും W' ഇൻഡിപെൻഡൻ്റ് ആണെന്നും കാണിക്കണം. അപ്പോൾ ഒക്കെ നിങ്ങൾ കാണിക്കുക. ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക. അടുത്ത വീഡിയോ കാണാം.